നിങ്ങളുടെ സ്വന്തം അരുണിമ മിസ് ആണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. LSS എക്സാമിന് ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല. ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്ട് തന്നെയാണ് GK അഥവാ ജനറൽ നോളജ് എന്നുള്ളത്. അപ്പൊ കറന്റ് അഫയേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള GKയുടെ ഒരു പാർട്ടാണെന്നുള്ളത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് പത്രമാധ്യമങ്ങളിലൊക്കെ നിരവധി വാർത്തകൾ വന്നിട്ടുണ്ട് അല്ലോ. ആ വാർത്തകളെ ആധാരമാക്കിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് അരുണിമ മിസ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടാക്കാനും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ മുൻ വർഷത്തെ LSS ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് ആരാണ്? ഈ അടുത്ത കാലത്ത് ഏറ്റവും ശ്രദ്ധയാകർഷിച്ച ഒരു വാർത്തയായിരുന്നു ഇത്. ആരാണെന്ന് അറിയാമോ? ഇത്തരം അവാർഡുകൾ അല്ലെ എല്ലായ്പ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ മനസ്സിലാക്കുക, മലയാളി മുൻ IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള K ജയകുമാറിനാണ് ഇപ്രാവശ്യത്തെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ് പുസ്തകം എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കണം. ഫസ്റ്റ് ലെറ്റർ P ആണ് എന്നുള്ളത് മിസ് ഒരു ക്ലൂ ആയിട്ട് പറഞ്ഞു തരാം. അപ്പൊ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുക ഏതാണ് പുസ്തകം എന്ന്. നമ്മൾ ലൈവ് ക്ലാസ്സുകളിലൊക്കെ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. 18th വേൾഡ് ചെസ് ചാമ്പ്യൻ ടൈറ്റിൽ വിന്നർ, ലോക ചെസ് ചാമ്പ്യൻ ആരാണ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാലേ, ചെസ് മത്സരങ്ങളിൽ ഇപ്രാവശ്യം ചാമ്പ്യൻ ആയത് 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മിടുമിടുക്കനാണ്, ഇന്ത്യക്കാരനാണ് അല്ലെ. ആരായിരുന്നു? ഗുകേഷ് ദൊമ്മരാജു ആണ്. ഗുകേഷ് ദൊമ്മരാജു തമിഴ്നാട്ടിൽ നിന്നാണ് ഗുകേഷ് ദൊമ്മരാജു വരുന്നത്. തമിഴ്നാട് സെറ്റിൽ ആയിട്ടുള്ള ഒരു തെലുങ്കാന ഫാമിലിയിൽ നിന്നാണ് ഗുകേഷിന്റെ ജനനം എന്ന് പറയുന്നത്. ഇപ്പൊ ചെസ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കായിക വിനോദം തന്നെയാണ് അല്ലെ. നമ്മുടെ ഇന്ത്യക്കാര് പണ്ട് കാലം മുതലേ അല്ലെ, രാജാക്കന്മാരുടെ കാലം മുതലേ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കായിക വിനോദമാണ് ചെസ് എന്ന് പറയുന്നത്. അപ്പൊ ചെസ് ആദ്യമായിട്ട് സ്കൂളിലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, മറന്നു പോവാതെ ഓർത്ത് വെക്കുക. ക്ലിയർ ആണോ? യെസ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഈ അടുത്ത് അന്തരിച്ച തബല മാന്ത്രികനും സംഗീത സംവിധായകനുമായിട്ടുള്ള വ്യക്തി, എ ഡ്രമ്മർ ആൻഡ് മ്യൂസിക് ഡയറക്ടർ ഹു പാസ്ഡ് അവേ റീസെന്റ്. ആരാണ് ആ വ്യക്തി എന്നുള്ളതാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ തബല മാന്ത്രികനായിട്ടുള്ള വ്യക്തി, ഇന്ത്യയിലുള്ള പ്രമുഖ സംഗീത വിദഗ്ധനായിരുന്ന വ്യക്തി, ഇതൊക്കെ ആരാണെന്നാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ മറന്നു പോകരുത്, ആരാണ്? തബലയില് സ്വന്തമായിട്ട് കഴിവ് തെളിയിച്ച വ്യക്തിയാണ് സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ, സക്കീർ ഹുസൈൻ ഏത് വാദ്യോപകരണവുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്? അപ്പൊ തബലയാണെന്നുള്ളതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? യെസ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം ലഭിച്ച പരിസ്ഥിതി ഗവേഷകൻ, ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് അവാർഡ് 2024 വാസ് വോൺ ബൈ, ആർക്കാണ് 2024 പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്? അപ്പൊ മറന്നു പോകരുത്, ഈ വ്യക്തിയെ നിങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരാളാണ്. നമ്മുടെ പലതരത്തിലുള്ള പാരിസ്ഥിതിക ദുരന്തങ്ങളും വരുന്ന സമയത്ത് നമ്മൾ ഇദ്ദേഹത്തെ ഓർക്കാറുണ്ട്. എന്തുകൊണ്ടാ? പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിച്ച മാധവ് ഗഡ്ഗിലിന് തന്നെയാണ് ഈ വർഷത്തെ പുരസ്കാരവും ലഭിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അല്ലെ. യെസ്, മറന്നു പോകരുത്. എങ്കിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? കറന്റ് ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരാണെന്നുള്ളതാണ് ഏറ്റവും റീസെന്റ് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റിസർവ് ബാങ്ക് ആണ് നമ്മുടെ നോട്ടുകൾ അച്ചടിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ നമ്മുടെ ബാങ്കുകളുടെ ബാങ്ക് എന്നൊക്കെ വിളിക്കുന്നത് റിസർവ് ബാങ്കിനെയാണ്. കേന്ദ്ര ബാങ്ക് എന്നൊക്കെ പറയുന്നത് ആരെയാണ്? റിസർവ് ബാങ്ക് ആണ്. അപ്പൊ റിസർവ് ബാങ്കിന്റെ ഗവർണർ ആരാണെന്നുള്ളത് മറന്നു പോകരുത്, ശ്രീ സഞ്ജയ് മൽഹോത്രയാണ്. ഈ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുള്ള ഒരു നിയമനമാണ്, നമ്മളോട് ചോദിക്കാറുണ്ട്, ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഇത് ഏകദേശം ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഏറ്റവും പ്രധാനപ്പെട്ട ജനറൽ നോളജുകളിൽ ഉള്ളത് തരം തിരിച്ചെടുത്തേ എന്നേ ഉള്ളൂ. ഇനിയും നിരവധി ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനും എഴുതാനും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ ആയിട്ട് നിങ്ങൾ സൈലത്തിന്റെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഇനിയും രസകരമായിട്ടുള്ളതും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളതുമായിട്ടുള്ള ഒരുപാട് വീഡിയോകളിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അരുണിമ മിസ്സിന്റെ ബൈ.